പൊട്ടിൻ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇവിടെ ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, കാണിച്ചു തരാം. ഒരു സൂര്യനും. ഹലോ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ സീറോ വാലിയിലേക്ക് പോകാനായിട്ട് റെഡിയായിരുന്നു. അപ്പം സമയം 5 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾ ചായ കുടിച്ച് നിൽക്കുവാണ്. നേരം വെളുത്തേ വരുന്നുള്ളൂ. അപ്പം ഞാൻ ഇവിടുന്ന് സീറോ വാലിയിലേക്ക് ഏകദേശം 4 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഇവിടുത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്യണം, ഷെയർഡ് ടാക്സി. നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഉള്ള സ്ഥലങ്ങളുണ്ടാവും, ഇതുപോലെയുള്ള ചെറിയ ടാക്സി കൗണ്ടറുകളുണ്ടാവും, അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് ക്യാബ് അവരോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ബുക്ക് ചെയ്ത് തരും. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് സീറോ വാലിയിലേക്ക് 550 രൂപയാണ് ഒരാൾക്ക്. അത് ടാറ്റാ സുമ അവർ ബില്ലൊക്കെ അടിച്ച് തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സീറ്റ് നമ്പറൊക്കെ എഴുതി ഒരു ബസ് നമ്മൾ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് സീറോ വാലി എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങളവിടെ ചെല്ലുമ്പോഴേക്കും 10 മണി കഴിയും. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചും വരണം. അപ്പം 2 മണിക്ക് അവിടെ നിന്ന് വണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് നമുക്ക് ചെന്നിട്ട് നോക്കിയിട്ട് ടിക്കറ്റ് കിട്ടുമെങ്കിൽ എടുത്തിട്ട് വരാമല്ലേ. അപ്പം അങ്ങനെയാണ്. അപ്പം സീറോ വാലി അതല്ലേ, ഇവരെ തന്നെ വിളിച്ചാൽ മതി. ഓക്കെ, സീറോ വാലി വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞങ്ങൾ വണ്ടിയെ കയറിയിട്ടോ. നല്ല തണുപ്പുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നഹർലഗൂണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഏകദേശം ഒരു 95 കിലോമീറ്ററോളം ഉണ്ട് സീറോ വാലിയിലേക്ക്. 0 എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്നതെങ്കിലും 0 എന്നാണ് അവർ പറയുന്നത്. നമ്മളിപ്പോൾ യാത്ര രാവിലെ തുടങ്ങി. ഇപ്പം ഡ്രൈവർ നല്ല ഉഷാറായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടി ഞങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല വളവും തിരിവുമുണ്ട്. അങ്ങനെ നല്ല ചെങ്കുത്തായ മലകൾക്കിടയിലൂടെ വെട്ടി കീറി എടുത്തിട്ടുള്ള റോഡുകളാട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും നമുക്ക് ലാൻഡ് സ്ലൈഡ് കാണാനായിട്ട് സാധിക്കും. കാണുന്ന ലാൻഡ് സ്ലൈഡുകൾ അത്യാവശ്യം നല്ല ഹ്യൂജ് ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡുകളാണ്. റോഡുകൾ അതുകൊണ്ട് തന്നെ പലയിടത്തും നശിച്ചു കിടക്കുന്നത് കാണാം. യാത്ര സത്യത്തിൽ നമുക്ക് ബോറടിക്കാനായിട്ടുള്ള ഒരു സാധ്യതയില്ല. കാരണം അതുപോലെ വളവും തിരിവും കയറിയാണ് പോകുന്നത്. ഡ്രൈവറാണെങ്കിൽ വളരെ ഉഷാറായിട്ടാണ് ഓടിക്കുന്നത്. പുള്ളി സ്ഥിരം ഡ്രൈവറാണ് എന്ന് നമുക്ക് തോന്നും. നമ്മുടെ ഹൈ റേഞ്ചിലൊക്കെ ഉള്ള ഡ്രൈവർമാരെക്കാളും അല്പോടെ ഒരു സെറ്റപ്പിലാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അറിയത്തില്ല. എന്തായാലും കൊള്ളാം. ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. കാഴ്ചകൾ ഇങ്ങനെ മിന്നിമറിയുന്നുണ്ട്. പല മലകളും കയറി അല്ലെങ്കിൽ പല ചുരങ്ങളും കയറി അതുപോലെ തന്നെ ഓരോ വാലിയിലേക്ക് ഇറങ്ങി പിന്നെയും ചുരങ്ങൾ കയറി വാലിയിലേക്ക് ഇറങ്ങിയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സീറോയ്ക്ക് പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയതാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഇവിടെ പൊട്ടിൻ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇവിടെ ഭയങ്കര ഭംഗിയുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, കാണിച്ചു തരാം. സൂപ്പറാട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, നല്ല ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിൻ്റെ അത് ക്യാമറയിൽ അത്രയും വരുമെന്ന് അറിയത്തില്ല. നല്ല ഉയരത്തിൽ താഴെ ഇതുണ്ടോ മലനിരകൾ, ഫുള്ള് മലനിരകൾ. അതിൻ്റെ താഴെ ഡാമുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം കുറവാട്ടോ. അതിൻ്റെ താഴെ ഒരു ഗ്രാമമുണ്ട്. അവിടെ ഇപ്പോൾ നമ്മൾ ഈ കറങ്ങി തിരിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും ചെല്ലുന്നല്ലേ. അവിടെ ചെന്നാൽ പക്ഷേ സീറോ ആയിരിക്കില്ല. ഇത് കഴിഞ്ഞാൽ പിന്നെയും കയറിയിട്ടായിരിക്കും അടുത്ത സ്ഥലത്തായിരിക്കും. ഇത് വേറെ ഏതൊരു വാലിയാണ്. ഭയങ്കര വ്യൂ അല്ലേ. പ്രതീക്ഷയില്ല കേട്ടോ. ഇത് ഭയങ്കര ഇത്ര ഉണ്ടെന്ന് നമുക്ക് തോന്നുമില്ല അല്ലേ. ഇത്ര ഉയർന്നു നിൽക്കണമെന്ന്. ഞങ്ങളിന്ന് തിരിച്ചു പോവാണ്. എല്ലാവരും കയറി, ഞങ്ങൾ മാത്രമേ കയറാനുള്ളൂ. തണുപ്പുണ്ടല്ലേ. ബസ്സുകളിലും ഉഷാറാണ്. ബസ്
മനസ്സുകൊണ്ട് ഉഷാറാണ്. അച്ചാടിയൊക്കെ പോകുന്നുണ്ട്. ബാഗ് പിടിച്ചടി. താങ്ക് യു. ഹലോ, അങ്ങനെ ഞങ്ങൾ ഓൾഡ് സീറോയിലെത്തി കേട്ടോ. ഓൾഡ് സീറോയിൽ നിന്ന് ഞങ്ങൾ ഇനി
കുറച്ച് ഗ്രാമങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഓൾഡ് സീറോയുടെ സ്ട്രീറ്റ്സിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ട്രീറ്റ്സിലൂടെ അല്ലല്ലോ, സ്ട്രീറ്റിലൂടെ. ഇത് നമ്മൾ ഇവിടുത്തെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഒരു എന്താ പറയണേ, ഒരു അത്യാവശ്യം സാധാരണ ഒരു ചെറിയൊരു ടൗൺ പോലെ കെട്ടിടങ്ങളൊക്കെ പണിയുന്നു, കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ പണിയുന്നുണ്ട്. അതേസമയം ഒരു സൈഡിൽ ചെറിയ തടി കൊണ്ടുള്ള പഴയ വീടുകളും കെട്ടിടങ്ങളും കടകളൊക്കെ ഉണ്ട്. പിന്നെ കാറിൽ എനിക്ക് നല്ലൊരു ആർട്ടൊക്കെ വരച്ച് വെച്ചേക്കുന്നു. ഒരു മംഗ്ലോയിഡ് ഫേസും ഒരു ഇന്ത്യൻ ഫേസും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ വൈവിധ്യത്തെ വിളിച്ചു പോകുന്ന തരത്തിലുള്ള ആർട്ട് വർക്കുണ്ട്. നമുക്ക് അങ്ങനെ കയറി ആ മലയിൽ കയറി ആ ഗ്രാമം പൈൻകടക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോയത്. നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരുണാചൽ വില്ലേജിലെ എക്സ്പ്ലോർ ചെയ്യും, പിന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അല്ലേ. പിന്നെ അരുണാചൽ വില്ലേജ് ലൈഫാണ് ജോസിൻ്റെ ലക്ഷ്യം. ഇനി വില്ലേജിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ചിലയിടത്തൊക്കെ പ്രോഹിബിറ്റഡ് ഏരിയ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് വെൽക്കം ടു ബുള്ള വില്ലേജ്. നമുക്ക് ബുള്ള വില്ലേജ് പോയാലോ? നമ്മൾ ബുള്ള വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ പോകാം. കുളുങ് ബെറു തച്ചാണ് എന്ന് എഴുതിയിട്ടുണ്ട്. കലുങ് അല്ലേ, കലുങ് റെറു തച്ചാ. കണ്ണൊന്നും പിടിക്കാതെ ആയോടി എനിക്ക്, വയസ്സായിട്ടോ. മതിലിൻ്റെ അപ്പുറം കേട്ടോ പക്ഷേ വീട് ഇത്. പക്ഷേ നോക്കി വീടിൻ്റെ സൈഡാണ് തടിയും കൊണ്ട് വെച്ച് മുകളിൽ പൂച്ചെടിയൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലഡാക്കിൻ്റെ ഫ്ലാഗാണോ? ഒരു സൂര്യനും വെള്ളം അതങ്ങനെയാണ്. പക്ഷേ ഇതിന് റേസൊക്കെ ഉണ്ട്.